welcome to SS Physics Tips. Kerala State Board എക്സാമിന് പ്രയോജനം ചെയ്യുന്ന ഫീൽഡ് ചാർജസ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ മിനിമം 4+ മാർക്ക് സ്കോറിംഗ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് സ്ഥിരതയോടെ ചോദിക്കുക. 2021 ക്വസ്റ്റ്യൻസിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ഇലക്ട്രിക് ഫ്ലക്സ്, എസ്പെഷ്യലി ഗോസസ് തിയറം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. 2021 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. 9th ക്വസ്റ്റ്യൻ. ആദ്യത്തെ 8 ക്വസ്റ്റ്യനുകളും നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അത് കൃത്യതയോടെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ വി ക്യാൻ ഗോ വിത്ത് ദ 9th ക്വസ്റ്റ്യൻ. 5 സ്കോർ ലഭിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ ഫസ്റ്റ് വൺ, ദ ഇലക്ട്രിക് ഫ്ലക്സ് ആൻഡ് ഇലക്ട്രിക് ചാർജ് ആർ സ്കേലാർ ക്വാണ്ടിറ്റീസ്. State whether this statement is true or false. So that statement വ്യക്തതയോടെ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് എ യെസ്, ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. എപ്പോഴും ഓർക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന റിലേഷൻ ഫൈ എന്ന് പറയുന്നത് E.A ആണ്. ഓർമ്മയിരിക്കട്ടെ, ഇതൊരു ഡോട്ട് പ്രോഡക്റ്റ് ആണ്, അല്ലെ? സ്കേലാർ പ്രോഡക്റ്റ് ആണ് വരുന്നത്. സോ വ്യക്തതയോടെ നമുക്ക് പറയാം. അതോടൊപ്പം നമ്മുടെ ചാർജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം, അവനും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്നുള്ള കോൺസെപ്റ്റ് ഓർക്കുക. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. അതിൽ ബി പാർട്ട് വരുന്നത് സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഒരു പർട്ടിക്കുലർ ചാർജ് കോൺട്രിബ്യൂഷൻ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തിയറമാണ് ഗോസസ് തിയറം, അല്ലെ? അപ്പൊ എന്താണ് ഗോസസ് തിയറം എന്ന് പറയുന്നത്? അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ദ സർഫസ് ഇന്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ഫ്രം എ ക്ലോസ്ഡ് സർഫസ് ഈസ് 1/ε0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ്. സോ ദിസ് ഈസ് called the Gauss's theorem in electrostatics. Q എന്ന് പറയുന്ന ഒരു ചാർജ് എൻക്ലോസ് ചെയ്യപ്പെടുന്ന ഒരു സിമെട്രിക്കൽ ഗാഷ്യൻ സർഫസ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന ഫ്ലക്സിന്റെ ടോട്ടൽ വാല്യൂ ആണ് Q/ε0, and this statement is called Gauss's law. The third one, using Gauss's law, derive an expression for the intensity of electric field at a point due to an infinitely long, straight, uniformly charged wire. അപ്പോൾ ഒരു യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു വയർ ആണ് നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു ലോങ് വയർ അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി ലോങ് വയർ എന്നുള്ള കോൺസെപ്റ്റിൽ നമുക്ക് ഈ വയറിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ അതില് സേ ദാറ്റ് ചാർജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ആയിട്ടുണ്ടെന്നിരിക്കട്ടെ. ഒരു ലെങ്ത് ഉള്ള ഒരു വയറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് ലീനിയർ ഡെൻസിറ്റി ആണ്. അപ്പൊ ലാംഡ ആയിട്ട് നമുക്ക് അതിനെ എടുക്കാം. സോ ലീനിയർ ഡെൻസിറ്റി ആണ് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അവിടെ ലാംഡ എന്ന് പറയുമ്പോൾ ഓർക്കണേ, ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് പെർ യൂണിറ്റ് ലെങ്ത് എന്നുള്ള ടേം ആണ് നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. സോ ഈ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ്ഡ് വയർ കാരണം R എന്ന് പറയുന്ന ഒരു സെപ്പറേഷനിലുള്ള P പോയിന്റിൽ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ കൺസിഡർ an infinitely long charged wire. We need to find the electric field at a point P at a perpendicular separation R from the wire. The first very important step is നമ്മൾ ആ P പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഗേഷ്യൻ സർഫസ് വരയ്ക്കണം. So construct a Gaussian surface.
But keep in mind that surface should be symmetrical about the line of charge. അപ്പൊ ആ ചാർജ് ബേസ് ചെയ്തിട്ട് ഒരു സിമട്രിക്കൽ ആയിട്ടുള്ള ഒരു ഗാഷ്യൻ സർഫസ് നമ്മൾ വരയ്ക്കുക. അപ്പൊ ആ പി പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഗാഷ്യൻ സർഫസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഒരു സിലിണ്ട്രിക്കൽ സർഫസ് ആയിരിക്കും. സേ സ്മോൾ എൽ ലെങ്ത് ഉള്ള ഒരു സിലിണ്ട്രിക്കൽ സർഫസ് ആണെന്നിരിക്കട്ടെ. ആ സിലിണ്ട്രിക്കലിന്റെ റേഡിയസ് 6 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എങ്കിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ടോട്ടൽ ഫ്ലക്സ് കമ്മിങ് ഫ്രം ദീസ് സിലിണ്ട്രിക്കൽ സർഫസ്. അതിനുവേണ്ടി നമുക്ക് 3 സാമ്പിൾ ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സി ദ ഫസ്റ്റ് വൺ, നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സി ഈ ഫ്ലാറ്റ് സർഫസിലുള്ള എ സ്മോൾ ഏരിയ അണ്ടർ കൺസിഡറേഷൻ. സോ വി ക്യാൻ ഡിനോട്ട് ഇറ്റ് ആസ് ds. രണ്ടാമത് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ പി ഇൻക്ലൂഡ് ചെയ്തുള്ള ഒരു ds സർഫസ് ഏരിയ നമുക്ക് കൺസിഡർ ചെയ്യാം, സ്മോൾ ഏരിയ. ആൻഡ് സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ. ആൻഡ് ദ തേർഡ് വൺ we can denote as say C. അപ്പൊ അത് വീണ്ടും സിലിണ്ടറിന്റെ ഫ്ലാറ്റ് സർഫസ് ആണ്. സോ ദാറ്റ് ഈസ് ദ ഏരിയ. സോ C. അപ്പൊ നമ്മൾ 3 സർഫസുകളുടെ സാമ്പിൾ ഏരിയ ആണ് കൺസിഡർ ചെയ്തത്. 2 ഫ്ലാറ്റ് സർഫസും ഒരു കർവ്ഡ് സർഫസും. അതിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ടത് അവിടെ കൂടെ പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ചാർജിൽ നിന്ന് എപ്പോഴും റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കോൺസെപ്റ്റ് ഇവിടെ നിന്ന് ഈ തരത്തിലായിരിക്കും എല്ലാ ഡയറക്ഷനിലേക്കും ഇലക്ട്രിക് ഫീൽഡ് പോകുന്നതെങ്കിൽ നമ്മൾ എ എന്ന് പറയുന്ന സർഫസുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിന്റ് അവിടുത്തെ ഏരിയയും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ 90 ഡിഗ്രി ആകുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ബി പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓർക്കുക അവിടെ ആ ഏരിയ വെക്ടറിന് പാരലൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. മൂന്നാമത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓർക്കുക അവിടെ ആംഗിൾ ബിറ്റ്വീൻ ദാറ്റ് ഏരിയ ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ടോട്ടൽ എന്ന് പറയുന്നത് ഡ്യൂ ടു എ കോൺട്രിബ്യൂഷൻ പ്ലസ് ബി കോൺട്രിബ്യൂഷൻ പ്ലസ് സി കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയാം, the surface integral of E dot ds plus the surface integral of E dot ds for B, that is the curved surface, and for the flat surface as E dot ds. അവിടെ നമ്മൾ ആ ഡോട്ട് പ്രോഡക്റ്റ് നമുക്കറിയാം എ ഡോട്ട് ബി എന്ന് പറയുന്ന ഒരു സ്കേലാർ പ്രോഡക്റ്റ് നമ്മൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ ഇറ്റ് ഈസ് എ ബി കോസ് തീറ്റ. അപ്പോൾ ഇവിടെ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുമ്പോൾ ഇ ഡി എസ് എ എന്ന് പറയുന്ന സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇറ്റ് ബിക്കംസ് 90. ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇ ഡി എസ്. അവിടെ അവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0യും. സി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവ തമ്മിലുള്ള ആംഗിള് നമുക്ക് 90യുമായിട്ട് മാറുന്നു എന്ന് നമുക്കറിയാം. കോസ് 90 0 ആയതുകൊണ്ട് ഫസ്റ്റ് 2 കമ്പോണന്റുകൾ ക്യാൻസൽ ആയി മാറുകയാണ്. കാരണം കോസ് 90 0 ആണ്. കോസ് 0യുടെ വാല്യൂ 1 ആകുന്നത് കൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ദ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇ ഡി എസ് ആണ്. ആ വാല്യൂ എന്ന് പറയുന്നത് എക്സാക്ട്ലി വി നോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദ ചാർജ് എൻക്ലോസ്ഡ് ഡിവിഷൻ ബൈ simply speaking epsilon 0 if that charged wire is in air. അപ്പോൾ ഇവിടെ വേരിയബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഡി എസ് എന്ന് പറയുന്ന ഏരിയ മാത്രമാണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഡി എസ് എന്ന് പറയുന്നത് കർവ്ഡ് സർഫസ് ഏരിയ ആണ്. എൽ ലെങ്ത് ഉള്ള ആ ഡി എസ് എന്ന് പറയുന്ന ചെറിയ ഏരിയ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആ പി പോയിന്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയാം ഇ ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് ഇന്റഗ്രൽ ഡി എസ്? ആ കർവ്ഡ് സർഫസ് ഏരിയയുടെ ടോട്ടൽ ഏരിയ
എൽ ലെങ്ത് ഉള്ള ഒരു സിലിണ്ടറിക്കൽ കർവ്ഡ് സർഫസ് വരുമ്പോൾ അതിന്റെ ഏരിയ നമുക്കറിയാം 2πRL ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ എൽ ലെങ്ത്. നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ ലെങ്ത് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അത് എല്ലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. നമുക്കറിയാം ലീനിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ലാംഡ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ എൽ ലെങ്തിന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം Q/small. എങ്കിൽ ക്യൂവിന് പകരം നമുക്ക് ലാംഡ എൽ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഡിവിഷൻ ബൈ ε0. അവിടുത്തെ എൽ ക്യാൻസൽ ആയാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ നമുക്ക് പറയാം 1/2πε0 ലാംഡ ഡിവിഷൻ ബൈ ആർ. ഒരു 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു നല്ലൊരു ഫോർമാറ്റിലേക്ക് മാറുമെന്നുള്ള കാര്യം ഓർക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 2 ലാംഡ ഡിവിഷൻ ബൈ ആർ. ലീനിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഫോർ ദ വയർ ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. ആർ സെപ്പറേഷൻ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കുറയുന്നു എന്നുള്ളത്. ഒരു അഡീഷണൽ പോയിന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇഫ് യു ജസ്റ്റ് ഡ്രോ എ ഗ്രാഫ് ബിറ്റ്വീൻ ദി ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ആർ വി ക്യാൻ സേ ദാറ്റ് കോൺട്രിബ്യൂഷൻ ഈസ് ഗോസ് ഓൺ ഡിക്രീസിങ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. സോ ഇത് നമുക്ക് 3 മാർക്ക് 3 സ്കോറാണ്. നമ്മൾ ടോട്ടലി കണ്ട 3 ക്വസ്റ്റ്യനുകളിൽ ഒരു പാർട്ടാണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതോടൊപ്പം തന്നെ പ്ലെയിൻ ഷീറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മസ്റ്റായിട്ട് ഇത് എഴുതി പഠിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്. ഏത് പോയിന്റിനെയാണോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്, ആ പോയിന്റ് ബേസ് ചെയ്ത് ഒരു ഗേഷ്യൻ സിമെട്രിക്കൽ സർഫസ് നമ്മുടെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്ത് വരച്ചു. എന്നിട്ട് ആ ടോട്ടൽ ആയിട്ടുള്ള ആ ക്ലോസ്ഡ് സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്സ് ഗോസസ് തിയറം വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കർവ്ഡ് സർഫസ് ഏരിയ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും 90 ഡിഗ്രി ആയി ക്യാൻസൽ ആയി പോവുകയാണ്. സോ ഈ ഇന്റഗ്രൽ ds എന്ന് പറയുന്നത് ആ സിലിണ്ടറിക്കൽ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് ബൈ ε0. വി ഗെറ്റ് ദ വെരി ഇമ്പോർട്ടന്റ് റിലേഷൻ 1/4πε0 ഇൻറ്റു 2 ലാംഡ ബൈ ആർ. ആദ്യമായിട്ടാണ് SS ഫിസിക്സ് ടിപ്സ് കാണുന്ന വിദ്യാർത്ഥികളെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും. സോ വി ക്യാൻ ഗോ വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. ഓരോ ക്വസ്റ്റ്യൻ വായിച്ച് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രദ്ധിക്കണേ. അതിനുശേഷം മാത്രമേ ഈ വീഡിയോയുടെ ആൻസേഴ്സുമായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് ഉറപ്പായിട്ട് നിങ്ങളുടെ മെമ്മറി പവറിനെ, നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡിനെ, നിങ്ങളുടെ അറിവിനെ അത് അളക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2020 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അടുത്ത് നമുക്ക് വന്നിരിക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: എ പെർമനന്റ് ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെന്റ് P is placed in a uniform external electric field E. Redraw the figure and show the magnitude and direction of force acting on the charges. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോം ആണ്. യെസ്, ഈ ഡയറക്ഷനിലേക്കാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം എന്ന് പറയുമ്പോഴത്തേക്കും ഓർമ്മയിരിക്കേണ്ടത് അത് ഒരൊറ്റ ലൈനായിട്ട് മാത്രം നമുക്ക് അതിനെ ചുരുക്കേണ്ട കാര്യമില്ല. ഇക്യു ഡിസ്റ്റന്റ് ആയിട്ടുള്ള പാരലൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് ആക്ച്വലി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്കാണ് നമ്മുടെ ഒരു ഡൈപോൾ എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് -q ചാർജ് ആണ്. ഇങ്ങനെയാണ് അതിന്റെ ഓറിയന്റേഷൻ വന്നിരിക്കുക, +q. ഈ ഇലക്ട്രിക് ഫീൽഡും നമ്മുടെ ക്യൂവും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ ആയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുക. ഡൈപോൾ മൊമെന്റ് പിയും ആയിട്ടുള്ള ആംഗിൾ തീറ്റ. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ച്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓൺ ഈച്ച് ചാർജസ്. അപ്പൊ നമ്മുടെ ഒരു കാര്യം ഉറപ്പാണ്, ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൽ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ടെങ്കിൽ അതിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് Q × E ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓർക്കണേ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആസ്പെക്ട്സിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ആസ്പെക്ട്സിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ മൈനസ് ചാർജ് ഈസ് അട്രാക്റ്റഡ് ടുവേഴ്സ് ദ പോസിറ്റീവ് പാർട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ -q കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ നമുക്ക് നെഗറ്റീവ് എന്നുള്ള ആസ്പെക്ട് താഴോട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ദെൻ Q × E എന്നുള്ള കോൺസെപ്റ്റ് മറക്കരുതേ. അതോടൊപ്പം തന്നെ ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവിലേക്ക് അട്രാക്റ്റഡ് ആയിരിക്കും. അപ്പൊ ആ ഡയറക്ഷൻ നമുക്ക് മുകളിലോട്ട് എടുക്കാൻ പറ്റും.
ഇതാണ് ഓരോ ചാർജസിലുമുള്ള ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു അഡീഷണൽ പോയിന്റ് ആയിട്ട് ഓർത്ത് വെക്കണമേ, നെറ്റ് ആയിട്ടുള്ള ലീനിയർ ഫോഴ്സ് എന്ത് എന്നൊരു ചോദ്യം വന്നാൽ ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ 0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ ലീനിയർലി ആ ഡൈപോൾ ഇക്വിലിബ്രിയം ആണെന്നുള്ള കാര്യം മറക്കരുത്. അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് an expression for the torque acting on this dipole in vector form. സിമ്പിൾ ആയിട്ട് ഓർക്കണേ, ഇവിടെ ടോർക്ക് ടോ എന്ന് പറയുന്നത് we can write to be is equal to P cross E. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അത് മാഗ്നിറ്റ്യൂഡ് ആയിട്ട് പറയുകയാണെങ്കിൽ PE sin തീറ്റ. എക്സാം എഴുതുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ നൊട്ടേഷൻസുകളെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി ഓർക്കുക. പി എന്ന് പറയുന്നത് നമ്മുടെ ഡൈപോൾ മൊമെന്റ് എന്നുള്ള കോൺസെപ്റ്റ് ഓർക്കണേ. ഇ എന്ന് പറയുന്നത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ആണ്. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ഇ ആണ്. ഓർക്കുക, ഇതൊരു ക്രോസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ദ ഡയറക്ഷൻ ഓഫ് ടോർക്ക് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടൈനിങ് ദാറ്റ് ഡൈപോൾ മൊമെന്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അത് നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ബൈ കേർലിംഗ് യുവർ റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ഫ്രം ദാറ്റ് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ ടു ദ ഇലക്ട്രിക് ഫീൽഡ്, then the thumb will indicate its direction. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. സോ ഇതാണ് നമ്മുടെ ആൻസർ ഫോർ 2 questions. 2020 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനും നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ ആദ്യം നോക്കണേ. അത് കഴിഞ്ഞതിന് ശേഷം കൃത്യതയോടെ ആൻസേഴ്സ് SS ഫിസിക്സ് ടിപ്സ് നൽകുന്നതുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. An infinitely long, thin, straight wire with a uniform linear charge density is shown in figure. Draw a Gaussian surface in order to calculate the electric field at P and mark the direction of electric field at this point. Derive an expression to calculate electric field at this point. അപ്പൊ നമ്മൾ രണ്ടാമത്തെ പാർട്ട് ഓൾറെഡി ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെ? യെസ്. അപ്പൊ നമുക്ക് ആദ്യം ഗേഷ്യൻ സർഫസ് ആണ് വരയ്ക്കേണ്ടത്. എപ്പോഴും ആ ഒരു ചാർജ്ഡ് കോൺസെപ്റ്റിന് സിമട്രിക്കൽ ആയിട്ടുള്ള സർഫസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടറിക്കൽ സർഫസ് ആണ് അവിടത്തെ ഗേഷ്യൻ സർഫസ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. ഇനി അടുത്ത പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും റേഡിയലി ഔട്ട്വേർഡ് ആയിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ പി പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലായിരിക്കും എന്നുള്ള കോൺസെപ്റ്റ് മറന്നു പോകരുത്. അത് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതായതുകൊണ്ട് വീണ്ടും ചെയ്യുന്നില്ല. നിങ്ങൾ അത് ഒരിക്കൽ കൂടെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബട്ട് ദ ഇക്വേഷൻ അറ്റ് ദാറ്റ് പി പോയിന്റ് ഇഫ് ഇറ്റ് ഈസ് ആർ സെപ്പറേഷൻ ആണെങ്കിൽ 2 lambda division by r വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. So that is a very important concept. So we can go with the question number 12. Explain why 2 electric field lines never cross each other. Cross each other in the sense, so ഒരു particular point നമ്മൾ കൺസിഡർ ചെയ്യുക, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇവ മറ്റൊരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്തു എന്നിരിക്കട്ടെ. ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വൺ, E2. അപ്പൊ ഇത് ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് ക്രോസ് ചെയ്യുമെങ്കിൽ അതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫീൽഡ് ലൈനിലെ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ, അപ്പൊ വിത്ത് റെസ്പെക്ട് E1 എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ടാൻജന്റ് വരച്ചാൽ അതായിരിക്കും ഡയറക്ഷൻ. രണ്ടാമത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് E2 ആ പോയിന്റിലെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു E2 എടുക്കുകയാണെങ്കിൽ ഈ ടാൻജന്റ് ആയിരിക്കും. അപ്പോൾ അതിന്റെ അർത്ഥം അറ്റ് ദ പോയിന്റ് P 2 directions are possible. It is never possible. 2 electric field intensities are possible. It is not possible. അതുകൊണ്ട് തന്നെ 2 lines of force never cross each other. So why എന്ന് ചോദിച്ചാൽ keep in mind, meaning 2 electric field lines are there.
directions are there. It is never possible. So that is a very important concept. So രണ്ട് directions ഒരു കാരണവശാലും അവിടെ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ രണ്ട് ലൈൻസ് ഒരിക്കലും ക്രോസ് ചെയ്യത്തില്ല. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. നമ്പർ 13. A polythene piece wrapped with wool is found to have the negative charge. So it is given as a minus 3 into 10 to the power of minus 7 coulomb. Estimate the number of electrons transferred and from which to which. എവിടെ നിന്ന് എവിടത്തേക്കാണ് നമ്മുടെ പോളിത്തീൻ പീസ് റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്തുമാത്രം ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ആയി? നമുക്ക് ആദ്യം നമ്മൾ ഉപയോഗിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കീപ് ഇൻ മൈൻഡ് ദ ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ. അതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ക്വാണ്ടൈസേഷൻ. ദ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട പോയിന്റ് Q is equal to പ്ലസ് ഓർ മൈനസ് N into V. അപ്പൊ സ്വാഭാവികപരമായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നാണ്? That is a charge division by E. That is equal to 3 into 10 to the power of minus 7 division by 1.6 into 10 to the power of minus 19. നമുക്ക് സോൾവ് ചെയ്താൽ we get the answer as 1.875 into 10 to the power of 12. So that is the very important concept. അടുത്ത് പറയുന്നത് is there a transfer of mass is there a transfer of mass from wool to polythene? So അവിടെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്, ഒരു ബോഡിക്ക് നെഗറ്റീവ് ചാർജ് കിട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ്. ഒരു ബോഡിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ഉണ്ടെന്നാണ്. അപ്പോൾ അവിടെ എന്തുമാത്രം ചാർജ്ഡ് പാർട്ടിക്കിൾ ലോസ് ആയി അല്ലെങ്കിൽ ഗെയിൻ ചെയ്തു അത് ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം എന്തുമാത്രം മാസ് അവിടെ ട്രാൻസ്ഫർ ആയി എന്നുള്ളതാണ്. സോ ഇവിടെ ഈസ് ദെയർ എ ട്രാൻസ്ഫർ ഓഫ് മാസ് ഫ്രം വൂൾ ടു പോളിത്തീൻ? ഇലക്ട്രോൺസ് മൂവ്മെന്റ് നടന്നതുകൊണ്ട് യെസ് എന്ന് തന്നെ പറയാം. എന്തുമാത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ മാസ് കണ്ടുപിടിക്കുക, N into മാസ് ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചാൽ മതി. സോ അത് ഒരു അഡീഷണൽ പോയിന്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ചിലപ്പോൾ നമ്മുടെ NCERT ബേസ് ചെയ്തിട്ട് പ്രോബ്ലം ആയിട്ട് നമുക്ക് ചോദ്യമാകും. അപ്പോൾ എന്തുമാത്രം മാസാണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്തത്, എത്ര ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ആയി ഇൻറ്റു മാസ് ഓഫ് 1 ഇലക്ട്രോൺ നമ്മൾ കണ്ടുപിടിച്ചാൽ യു ഗെറ്റ് ദ ആൻസർ. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്. സോ വി ക്യാൻ go with the question number 14. The ratio of electric field on the equatorial point and at the axial point at equal distances from the center of a short electric dipole. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഞാനൊരു ചെറിയ ഒരു ഷോർട്ട് ഡൈപോൾ ആണ്. ഷോർട്ട് ഡൈപോൾ വരുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്ന ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും അതിന്റെ ഡൈപോൾ ലെങ്തുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിന്റെ സെന്ററിൽ നിന്ന് R എന്ന് പറയുന്ന ഒരു സെപ്പറേഷനിലുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഫോർ എ ഷോർട്ട് ഡൈപോൾ നമുക്കറിയാം ദാറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 into that 2p division by r cube. അതേപോലെ അതേ R സെപ്പറേഷനിലെ ഒരു ഇക്വറ്റോറിയൽ പോയിന്റിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് we can write to be equal to 1/4πε0 into p division by r cube. അങ്ങനെയാണെങ്കിൽ we need to find what is the equatorial contribution by what is the E axial. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ആക്സിയലിലെ ഇക്വേഷൻ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ വാല്യൂ എന്ന് പറയുന്നത് ഈ ഇക്വറ്റോറിയൽ അല്ലേ,
അപ്പൊ സ്വാഭാവികപരമായിട്ടും ഈ ഇക്വിറ്റോറിയൽ ബൈ ഈ ആക്സിയൽ എന്ന് പറയുന്നത് 1/2 ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ എ പാർട്ടിന്റെ ആൻസർ 1/2. അതോടൊപ്പം അഡീഷണൽ പോയിന്റ് ആയിട്ട് ഓർക്കണേ, നമ്മുടെ ഡൈപോൾ മൊമെന്റ് പി ആണെങ്കിൽ ഈ ആക്സിയലിലെ കോൺട്രിബ്യൂഷനുമായിട്ട് തീറ്റ ആംഗിൾ 0 ആണ് മേക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കണേ. അതോടൊപ്പം ഇക്വിറ്റോറിയൽ എടുക്കുമ്പോൾ ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അടുത്ത നമുക്ക് ബി പാർട്ടിലേക്ക് കടക്കാം. എ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. അപ്പൊ നമുക്കൊരു ഗേഷൻ സർഫസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാണ്. അപ്പൊ അതിനുള്ളിലേക്ക് ഒരു ഡൈപോൾ ഇരിക്കുകയാണ്. -q + q കോൺട്രിബ്യൂഷൻ അറ്റ് സെപ്പറേഷൻ 12. വാട്ട് ഈസ് ദ ഫ്ലക്സ് ത്രൂ ദ സർഫസ്? ഗോസസ് തിയറം പറയുന്നത് നമുക്കറിയാം, ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ε0. ഈ ഗോസസ് തിയറി, ഈ ഗോഷ്യൻ സർഫസിനുള്ളിൽ ഒരു ഡൈപോൾ ആണ് വെക്കുന്നതെങ്കിൽ അവിടത്തെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് -q + q ബൈ ε0 ആണ്. ആ വാല്യൂ ടോട്ടൽ ചാർജ് 0 ആയിട്ട് മാറുന്നു എന്നുള്ള കോൺസെപ്റ്റ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആയി മാറി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ അത് ഓർമ്മയിരിക്കട്ടെ, ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ε0. സോ വി കൻ ഗോ വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 15. വീണ്ടും ഗോസസ് തിയറത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. വളരെ കൃത്യതയോടെ ഓരോ ക്വസ്റ്റ്യനും കാണാനും അതോടൊപ്പം തന്നെ അത് ഒന്ന് ചെയ്തു പഠിക്കുവാനും വേണ്ടി എഴുതി പഠിക്കുവാനും ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കണേ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്കോറിലേക്ക് എത്തപ്പെടാൻ പറ്റൂ. 15th question from 2019 March. A spherical shell of a radius r is uniformly charged with a charge +q. അപ്പൊ നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഷെല്ലാണ്. അപ്പൊ അവന്റെ റേഡിയസ് നമുക്ക് ക്യാപിറ്റൽ R ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക. യൂണിഫോംലി ചാർജ്ഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കണ്ടക്ടിങ് സർഫസ് ആകുമ്പോൾ നമുക്കറിയാം ദ ചാർജസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. എങ്കിൽ by the Gauss's theorem find the electric field intensity at a point P. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ സ്പെറിക്കൽ ഷെൽ ആൻഡ് ഇൻസൈഡ് ദ സ്പെറിക്കൽ ഷെൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏത് പോയിന്റ് ആണോ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ ആ പി പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഗാഷ്യൻ സിമെട്രിക്കൽ സർഫസ് വരയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. സോ ദ ഫസ്റ്റ് കോൺസെപ്റ്റ്, ഡ്രോ ദ ഗാഷ്യൻ സർഫസ് symmetrical to the charge distribution including the point P. ഇനി വളരെ ഈസിയാണ്. നമുക്ക് അതിനകത്തുള്ള ആ ചാർജ് ഡിസ്ട്രിബ്യൂഷനെ ഒരു പോയിന്റ് പാർട്ടിക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് ചാർജും നമ്മുടെ പി പോയിന്റും തമ്മിൽ R സെപ്പറേഷൻ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 1/4πε0 എന്ന് ഇൻറ്റു Q ഡിവിഷൻ ബൈ സെപ്പറേഷൻ സ്ക്വയർ. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും, കംഫർട്ടാണ്. ഇനി ഇൻസൈഡ് ദ സ്പെറിക്കൽ ഷെൽ ബി കൺസിഡർ ചെയ്യുമ്പോൾ അപ്പോ നമ്മുടെ ആ പോയിന്റ് എന്ന് പറയുന്നത് സേ ഇവിടെയാണ് എന്നിരിക്കട്ടെ. എങ്കിൽ ആ പി പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഗാഷ്യൻ സർഫസ് വരയ്ക്കാം. അപ്പോ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് എന്ന് പറയുന്നത് 1/4πε0 ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ R സ്ക്വയർ. അപ്പൊ നമുക്കറിയാം ഒരു സ്പെറിക്കൽ ഷെല്ലില് ദ ചാർജസ് ആർ റിസൈഡ്സ് ഓൺ ഇറ്റ്സ് സർഫസ്. അപ്പൊ അതുകൊണ്ട് തന്നെ Q എന്ന് പറയുന്നത് 0 ആയി മാറും. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻസൈഡ് അറ്റ് എനി പോയിന്റ് സ്പെറിക്കൽ ഷെല്ലിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് എന്നുള്ള കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. Now the question number 16. Write the physical quantities having the following as a unit. ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കൂളം മീറ്റർ ആണ്. സോ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്
ഡൈപോൾ മൊമെന്റ് ആയിരിക്കും. ഡൈപോൾ മൊമെന്റിന്റെ ബേസിക് ഇക്വേഷൻ നമുക്കറിയാം. ഇറ്റ് ഈസ് P is equal to the charge into that length. So coulomb meter ആയിരിക്കും. It is very important. Then what is the second one? Ohm meter. So അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി. ഇവിടെ കറണ്ട് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് സ്പെസിഫിക് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന റോ എന്ന് പറയുന്നത്. കീപ് ഇൻ മൈൻഡ്, നമുക്കറിയാം R is equal to റോ ഇൻറ്റു L by A ആണെന്നറിയാം. സോ റോ is equal to RA by L എന്നറിയാം. ആറിന്റെ യൂണിറ്റ് ഓം ആണ്, മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ. സോ ഓം മീറ്റർ, സോ ദാറ്റ് ഈസ് എ യൂണിറ്റ് ഫോർ the specific resistance അല്ലെങ്കിൽ resistivity. So that is the concept there. So we can go with the question number 17. Coulomb's law is a quantitative statement about the force between the 2 point charges. Write the mathematical expression of the above law. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കോൺസെപ്റ്റ് Q1 എന്ന് പറയുന്ന ഒരു ചാർജ്, ഒരു പോയിന്റ് ചാർജ്, Q2 എന്ന് പറയുന്ന മറ്റൊരു ചാർജ്, അവ തമ്മിലുള്ള സെപ്പറേഷൻ R ആണെങ്കിൽ we know the force of interaction is directly proportional to the product of the charges and inversely proportional to the square, and a proportionality constant medium dependable ആണെന്നുള്ള കാര്യം ഓർക്കുക. So 1/4 pi epsilon 0 Q1 Q2 division by R square. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്. ബി പാർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം കൂടിയാണ്. 2 ions carrying equal charges repel with a force of 1.48 into 10 to the power of minus 8 Newton when they are separated by a distance of 5 into 10 to the power of minus 10. How many electrons have been removed from each ion? അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരണം. അവയുടെ ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. രണ്ട് പേരും തമ്മിലുള്ള ചാർജസിന്റെ കോൺട്രിബ്യൂഷൻ സെയിം ആണെന്നാണ് പറയുന്നത്. അപ്പൊ Q1 Q2വിനെ നമുക്ക് Q സ്ക്വയർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കൊരു K ആയിട്ട് എടുക്കുകയാണെങ്കിൽ Q സ്ക്വയർ എന്ന് പറയുന്നത് FR സ്ക്വയർ ഡിവിഷൻ ബൈ K അല്ലേ. അപ്പൊ Qന്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് FR സ്ക്വയർ ഡിവിഷൻ ബൈ K. നമുക്ക് സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് Kയുടെ വാല്യൂ എന്ന് പറയുന്നത് കൃത്യതയോടെ നമുക്ക് തന്നിട്ടുണ്ട്. Fന്റെ വാല്യൂ 1.48 into 10 to the power of minus 8 ആണ്. സെപ്പറേഷൻ 5 into 10 to the power of minus 10 സ്ക്വയർ ആണ്. That division by K 9 into 10 to the power of 9. 1/4 pi epsilon 0യുടെ വാല്യൂ നമ്മൾ എയർ എന്ന് പറയുന്ന മീഡിയത്തിലേക്ക് എടുക്കുമ്പോൾ 9 into 10 to the power of 9 ആണെന്നുള്ള കാര്യം മറന്നു പോകരുതേ. അപ്പൊ നമുക്ക് സോൾവ് ചെയ്താൽ യു ഗെറ്റ് ദ വാല്യൂ as Q is equal to 6.4 into 10 to the power of minus 19. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന എത്ര ഇലക്ട്രോൺസ് റിമൂവ് ചെയ്തെന്നാണ്. ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ വെച്ചാൽ N into E ആണ് 6.4 into 10 to the power of minus 19. So N is equal to 6.4 into 10 to the power of minus 19 by E. E is 1.6 into 10 to the power of minus 19. So N എന്ന് പറയുന്നത് നമുക്ക് 4 ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. So that is the very important concept. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സോ വി ക്യാൻ ഗോ വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 18. 2017 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഹൗ മെനി ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇലക്ട്രിക് ചാർജ് ഓഫ് -16 മൈക്രോകുളം? നമുക്കറിയാം ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം Q is equal to minus NE ആണ് അല്ലെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ N എന്ന് പറയുന്നത് ചാർജ് ഡിവിഷൻ ബൈ മൈനസ് E ആണ്. സോ ചാർജ് എന്ന് പറയുന്നത് -16 into 10 to the power of minus 6 by 1.6 into 10 to the power of minus 19. സോ ഈ 16ഉം ഇവിടത്തെ 16ഉം കൂടെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 10 to the power of minus 6 division by that is minus 20. സോ -20 മേളിലോട്ട് പോകുമ്പോൾ അത് ന്യൂമറേറ്ററിൽ എത്തുമ്പോൾ +20 ആയി. സോ യു ഗെറ്റ് ദ ആൻസർ ആസ് 10 to the power of +14. So we can take the answer as the second one. An electric dipole is a pair of equal and opposite point charges plus Q and minus Q separated by a distance R. Write an expression for its dipole moment. നമുക്കൊന്ന് ഡൈപോൾ മൊമെന്റിനെ ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ
ഇങ്ങനെ രണ്ട് ചാർജസ് 2L എന്ന് പറയുന്ന ഒരു സെപ്പറേഷനിലാണ് എന്ന് വിചാരിക്കുക. സോ ദ ഡൈപോൾ മൊമെന്റ് ഈസ് ദിസ് വൺ. So P is equal to the charge into that separation. So that is the concept there. When an electric dipole is subjected to an uniform electric field, what will happen? എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡില് ഒരു ആംഗിളിലാണ് നമ്മുടെ ഡൈപോൾ വെക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഇത് -Q ഇത് +Q ആണെങ്കിൽ ഇങ്ങനെ ഒരു ഫോഴ്സും ഇങ്ങനെ ഒരു ഫോഴ്സും ഉണ്ടാകുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. സോ ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ. therefore റൊട്ടേറ്ററി മോഷൻ ആണ് എപ്പോഴും നമ്മളുടെ ഒരു ഡൈപോൾ നടത്തുന്നതെന്ന് ഓർമ്മയിരിക്കട്ടെ. അതിൽ ആക്ട് ചെയ്യുന്ന എന്ന് പറയുന്ന ടോർക്ക് P × E ആണ് എന്ന് നമുക്കറിയാം. സോ എ പ്യുവർ റൊട്ടേറ്ററി മോഷൻ ആയിരിക്കും ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലെ ഒരു ഡൈപോൾ വെച്ചാൽ സംഭവിക്കുക. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. Take care.